എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ഹാപ്പി ക്രിസ്മസ്. ഇപ്പോഴും എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ജയറാം മാളവിക ജുവലറിയുടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് എന്റെ മൂന്നാമത്തെ അനുഭവമാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് മന്ത്രവാദി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കേരളത്തിൽ മിനി സ്ക്രീനിൽ ഒരു മന്ത്രവാദി എന്ന് പറഞ്ഞാൽ അത് എന്റെ പേരായിരിക്കും. എന്റെ പേര് ശ്രീകാന്ത് നായർ ആണെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് എന്റെ പേര് ഭൈരവൻ എന്നാണെന്നാണ്. ഭൈരവൻ സാറേ എന്നൊക്കെ ചിലപ്പോൾ ഭൈരവൻ ചേട്ടാ, ഭൈരവൻ സാറേ, ഡോ ഭൈരവ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതലേ ഈ മാലയോടൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസാണ്. മാല അതുപോലെ തന്നെ ഈ സ്വർണത്തിനോടും എനിക്ക് ഭയങ്കര ക്രൈസാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് എന്റെ ഒരു സ്വർണ്ണ മാല ഉണ്ടായിരുന്നു, ഒന്ന് മാറ്റി വാങ്ങിക്കാനായിട്ട്. ഓഫ്കോഴ്സ് ജയറാം ജ്വല്ലറി, നമ്മുടെ ജയറാം മാളവിക ജ്വല്ലറിയിലെ ജയറാമിനെ തന്നെ ഞാൻ വിളിച്ചു. അപ്പൊ ജയറാം പറഞ്ഞു, ശ്രീകാന്ത്, നിങ്ങൾ വിളിച്ച സമയം കറക്റ്റ് ആണ്. ഞാൻ പുതിയൊരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്തു. അത് മറ്റൊന്നുമല്ല, സെക്കൻഡ്സ് സ്വർണം കൊടുക്കും. അപ്പോ അദ്ദേഹത്തിന്റെ കടയിൽ വരുന്ന സ്വർണത്തില് സെക്കൻഡ്സ് നമുക്ക് കിട്ടും. അതായത് സ്വർണ്ണ വിലയിൽ നിന്ന് 1% കൂട്ടി എന്ത് ആഭരണം വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോ സാധാരണ കടകളിലൊക്കെ ആണെങ്കിൽ 13% മുതൽ 18% വരെ പിന്നെ പണിക്കൂലി ഈടാക്കാറുണ്ട്. ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ട്. ഓമൊക്കെ ആയിട്ടൊരു മാല. ഇത് 3 പവനാണ്. അപ്പം അദ്ദേഹം ഇപ്പോഴത്തെ സ്വർണ്ണ വിലയിൽ നിന്ന് 1% കൂട്ടിയാണ് എനിക്ക് തന്നത് സ്വർണ്ണ വിലയിൽ. പക്ഷേ എനിക്കുള്ള ലാഭം എന്ന് പറഞ്ഞാല് 21,000 രൂപയാണ്. കാരണം ഇതിനകത്ത് പണിക്കൂലി ഇല്ല, 1% ഉള്ളൂ. മറ്റിടത്തൊക്കെ 13 മുതൽ 18% വരെ. നിങ്ങൾ അന്വേഷിച്ചാൽ മതി, അറിയാം. ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ടാണ് ജയറാമിന്റെ അടുത്ത്, പലയിടത്തെന്ന് പറഞ്ഞാൽ എന്റെ കുറെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല, 18% വരെ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താം. എനിക്ക് അവിടെ പോയപ്പോ ഇങ്ങനെ കിട്ടി, അത് ഞാൻ വാങ്ങി. കാരണം എന്ന് വെച്ചാല് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാലയും, ഉള്ള കാര്യം പറയാലോ, സർക്കാർ ഉദ്യോഗസ്ഥനായോണ്ട് PF നിന്ന് കുറച്ച് പൈസയും കൂടെ എടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പൊ എനിക്ക് 21,000 രൂപ എനിക്കിത് കിട്ടിയത് വലിയൊരു ലാഭമായിട്ട് ഞാൻ കരുതുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം ഇത് ഒരു ചാരിറ്റി പ്രവർത്തനം പോലെയാണ് നടത്തുന്നത്. ഇപ്പൊ ഒരുപാട് സംഘടനകൾക്ക് ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈശ്വരന്റെ ഒരു ഫെദർ ടച്ച് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് പ്രയോജനപ്പെടുത്തണം. ജയറാം മാളവിക ജ്വല്ലറിയിൽ നിങ്ങൾ പോകണം. ഈ സെക്കൻഡ്സ് സ്വർണത്തിന് 1% നിലവിലുള്ള സ്വർണത്തിന്റെ വിലയേക്കാൾ കൂടുതൽ അവർ ഈടാക്കുന്നുള്ളൂ. പണിക്കൂലി ഈടാക്കുന്നില്ല. ബാക്കിയുള്ളിടത്തൊക്കെ 13 മുതൽ 18% വരെ പണിക്കൂലി. അപ്പോൾ ഇത് ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് പകരുകയാണ്. ഇത് എന്റെ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ചിലരൊക്കെ പറയും ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്, ഇയാൾ അഡ്വർടൈസ്മെന്റ് ആണ് പറയുന്നതെന്നൊക്കെ പറയും. അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, എന്നാലും ഇത് നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമല്ലേ. എനിക്ക് ഗുണം കിട്ടി. നിങ്ങൾ അവിടെ ചെല്ലുക. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രയോജനം അയാൾ തരുന്നില്ലെങ്കിൽ അവിടുന്ന് വാങ്ങണ്ട, നിങ്ങൾ വെക്കോളുക. എനിക്ക് കിട്ടിയ ഗുണത്തിന്റെ, കാരണം ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, കാരണം ഞാനൊരു നടനാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഗുണം ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. എല്ലാവർക്കും ഒന്നുകൂടി വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ.